ഒന്നുകൂടെ നോക്കുള്ള നിങ്ങള് 86. അമ്മയ്ക്ക് അറ്റാക്ക് വന്നേനെ കേട്ടോ. 1 കോടിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പൊന്നി അമ്മ ഫസ്റ്റ് പ്രൈസ് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ഒരു പ്രാങ്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വേറെ ആർക്കുമല്ല, എന്നത്തെയും പോലെ അമ്മയ്ക്ക് തന്നെയാണ് പ്രാങ്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മെനഞ്ഞാന്ന് ഞങ്ങൾ പത്തനാപുരത്ത് പോയപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സൗണ്ട് ഉണ്ടാക്കാതെ, അപ്പം അത് ലോട്ടറി നമുക്ക് അടിച്ച് സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് വേണ്ട, ഫസ്റ്റ് പ്രൈസ് 1 കോടി അത്രയൊന്നും വേണ്ട, സെക്കൻഡ് പ്രൈസ് നമുക്കൊരു 30 ലക്ഷം അടിച്ചെന്നും പറഞ്ഞിട്ട് നമ്മൾ അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ കുഞ്ചുവിന് ഓൾറെഡി അറിയാം കേട്ടോ, കുഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഇപ്പം നമ്മൾ ഷോട്ടൊക്കെ എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്കിനിയിപ്പം അമ്മേനെ ഒന്ന് പ്രാങ്ക് ചെയ്ത് അമ്മയുടെ എക്സ്പ്രഷൻ, അമ്മയുടെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഒരു കോടി അടിച്ചില്ല. പൊന്നോ കൊടുക്കത്ത അഭിനയം. ഒന്നുകൂടെ നോക്കുള്ള നിങ്ങള് 86. KL 720 38. അമ്മ ലോട്ടറി എടുത്തിട്ട് എന്താ പറഞ്ഞറിയോ? ലോട്ടറി എന്താ പറഞ്ഞേക്ക് ലോട്ടറി എന്താ പറയാനറിയോ? ഈ ലോട്ടറി നമുക്ക് അടിക്കും, നമ്മൾ അപ്പൊ തന്നെ ഇവിടെ നിന്ന് മാറും. അല്ല, നമ്മൾ അടുത്ത പ്ലോട്ട് നോക്കും. അതിനകത്ത് നോക്കണം. ബേബി എന്തിപ്പോ ബേബി ഇപ്പത്തെ അല്ല, നിങ്ങളെ ഉറപ്പിക്കും. 10,000 മാത്രം നോക്കിട്ട് അല്ല, കറക്റ്റ് ആ അക്കങ്ങൾ നോക്കും. അമ്മ ആണ് 86, 38, 26 ആണോ? എന്താ ചളവാക്കാനാ പുല്ലേ. സത്യമായിട്ട് കുഞ്ചു ഇവിടെ പറ്റിക്കല്ലോ. കുഞ്ചു നീയൊക്കെ 2 എണ്ണം കൂടെ എന്നെ പ്രാങ്കാക്കിയതല്ലേ? പക്കമുണ്ടോ കുട്ടികളെ? ഓടിക്കനെ കാതുകത്ത് കൊണ്ടുവരുന്നത്. ഒരു നിമിഷം നമ്മളെല്ലാരും ആഗ്രഹിച്ച 30 ലക്ഷം. ഞാൻ അവിടെ ടവൽ വെച്ചിട്ട് അവിടെ വെച്ച്, പക്ഷെ കാണുന്നില്ല. ഫാനാ കൂടുതലും കാണുന്നേ. ഒരു കണ്ടുപിടിച്ചു പൊടിയിടുന്നുണ്ട്. മനുഷ്യൻ ചുമ്മാ ഒരുമേ വഴിയാക്കരുത്. സത്യമായിട്ടും അപ്പോഴേ ഈ 1 കോടിയും പിന്നെന്തിന് 25 കോടിയൊക്കെ അടിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അറ്റാക്കൊക്കെ വരും അല്ലയോ? ആക്ച്വലി ഞങ്ങള് വീഡിയോ എടുക്കാൻ നമുക്ക് ഷോട്ട് എടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ഞാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ലോട്ടറി എടുത്തോണ്ട് വന്നിരുന്നത്. പക്ഷേ
കുറച്ചും കൂടെ കിട്ടിയനല്ലേ ഇത് അവിടെ ക്യാമറ വെച്ചോണ്ട് ഇവിടെ ഞാനേ അല്ലല്ല അമ്മ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പ്രാങ്ക് തരും എന്ന് പറയുന്നുണ്ട്. ഇല്ല, അമ്മ അങ്ങോട്ട് നോക്കിക്കാ, ഫോൺ കണ്ടോണ്ടാ. ഇല്ലെങ്കിൽ അമ്മ വിശ്വസിക്കും. അങ്ങോട്ട് നോക്കി ഫോൺ കണ്ടല്ലേ? ഫോൺ കണ്ട് കറക്റ്റായി ഇരിക്കുന്ന പൊസിഷനും കണ്ട്, അതുകൊണ്ടാ. അറിയത്തില്ല. നിന്റെ കൈ എന്തിനാ കുറച്ച് കൊഞ്ചം ഒരു നിമിഷം എന്നാലും പെട്ടെന്ന് 30 ലക്ഷം എന്നൊക്കെ കേട്ടപ്പോ കൊഞ്ചുവിന്റെ കൈവറച്ച്. നമ്മുടെ 1 കോടി അവിടെ കീറിപ്പോയി. കുന്തങ്ങളെ ഞങ്ങളുടെ ഈ 2ാം സമ്മാനം 1 കോടിയൊക്കെ അടിച്ച് അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പ്രൈസ് പിടിച്ചു. കുറച്ച് പിടിക്കാമല്ലോ എന്നരുത് 30 ലക്ഷം. അയ്യോ കുറച്ചൊന്നുമല്ല, നമ്മൾ അപേക്ഷിച്ചതൊന്നും കുറച്ചൊരു എമൗണ്ട് അല്ല. എന്റെ പൊന്നെ, അമ്മയ്ക്ക് അറ്റാക്ക് വന്നേനാട്ടോ. 1 കോടിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പൊന്നി അമ്മ ഫസ്റ്റ് പ്രൈസ് എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ, ഫോണും മാറ്റി വെച്ചിരുന്നെങ്കിൽ. അമ്മ ഡാൻസ് കളിച്ചായിരുന്നല്ലേ അമ്മ? ക്യാമറ കിട്ടിയോ എന്താ അറിയാം. പക്ഷെ അമ്മേനെ ഞാൻ ഇവിടെ നടുക്ക് പിടിച്ചിരുത്താനാണ് ശ്രമിച്ചത്. പക്ഷെ അമ്മ ഇരുന്നില്ല. സമയം അതെ, അപ്പൂസ് വരുന്ന സമയമായിരുന്നു ഇത്. അപ്പൂസ് വരുന്ന സമയത്ത് 30 ലക്ഷം ലോട്ടറി അടിച്ചെന്നൊക്കെ പറയണം. പിന്നെ അപ്പൂസ് വർക്കിനൊന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ അപ്പൂസ് ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിക്കുന്നുണ്ട്. പിന്നെ 30 ലക്ഷം അധ്വാനിച്ച് എടേ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പൊ ഈ കിട്ടുന്നവരൊക്കെ എന്താ അധ്വാനിച്ചാണ് ഉണ്ടാക്കുന്നത്? അല്ലല്ലോ, അതൊരു ഭാഗ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ സപ്പോസ് 30 ലക്ഷം അടിച്ച് സത്യമായിരുന്നു, അപ്പൊ നിങ്ങൾ ഞങ്ങൾ എന്ത് ഉദ്ദേശിച്ചെന്ന് അറിയാമോ ഗൈസ്? നമ്മള് 30 ലക്ഷം അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ പിടിച്ചിരുത്തും. പിന്നെ നമ്മള് പ്ലാനിങ്, അമ്മയുടെ പ്ലാനിങ് എന്തൊക്കെയാന്ന് കേൾക്കണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാനില്ല. ഒന്നും നടന്നില്ല. പിന്നെ ക്യാമറ കൊണ്ട് വെച്ച സ്ഥലം ഞാൻ ആ ടേബിളിൽ ഒരു പാത്രം ഇരിപ്പണായിരുന്നു. അതിന്റെ പുറകില് പ്ലാനിങ് എന്തുവാ? പ്ലാനിങ് അങ്ങനെ ഒരു 30 അടിക്കുവാണെങ്കിൽ, 30 ലക്ഷം ഒക്കെ അടിക്കുവാണെങ്കിൽ നമ്മളെവിടെയെങ്കിലും പ്രമാണമുള്ള വസ്തു വാങ്ങി ഒരു കുഞ്ഞൊരു വീട്, വലിയ കൊട്ടാരമൊന്നും വേണമെന്നൊന്നും ആഗ്രഹമില്ല, ഒരു പ്രമാണമുള്ള ഒരു വസ്തുവില് ഒരു കുഞ്ഞൊരു വീട്. ഇപ്പം 1 കോടി അല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നേ. ഞാനതിപ്പോ ആലോചിച്ചേ 30 ലക്ഷം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്റെ മനസ്സിൽ 1 കോടി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് 25 കോടിയും 20 കോടി 10 കോടിയൊക്കെ കിട്ടുന്നവരുടെ അവസ്ഥ നിലച്ചേക്ക് പറ്റാത്ത സിനിമ എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. ഉർവശിയൊക്കെ അഭിനയിക്കുമല്ലായിരുന്നല്ലോ, ജീവിക്കുമായിരുന്നില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ സംസാരശേഷി ഇഷ്ടപ്പെട്ടു പോയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് പക്ഷെ 5 ലക്ഷം പുനലൂരാട്ടോ അടിച്ചത്. ആക്ച്വലി നമ്മളിത് ചെയ്തത് നിങ്ങൾക്കും ആർക്കെങ്കിലും ബാങ്ക് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ഞാനിത് മെനഞ്ഞാനെടുത്ത ലോട്ടറി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയും, ഈ ലോട്ടറി അവിടെ തന്നെ വെച്ചത്. ഞാൻ നോക്കിയില്ല, അമ്മയുടെ മുന്നിൽ വെച്ച് നോക്കിയില്ല. നോക്കാണ്ട് ഞാൻ ചാറ്റ് GPT എടുത്ത് പറഞ്ഞു. അതിപ്പോ രാവിലെയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ചാറ്റ് GPT നീ ഉണ്ട് അതിനകത്ത്? പിന്നെ ഞാനല്ലേ എടുത്തത്, ഞാനതെടുത്തത്. അപ്പൊ ചാറ്റ് GPT ഞാൻ പറഞ്ഞിട്ട് ഈ നമ്പർ മാറ്റി, അതല്ല അത് അടിച്ചതോടെ കണ്ണൂര് സെക്കൻഡ് നെയ്യാറ്റിൻകര. അപ്പൊ നെയ്യാറ്റിൻകരയില് അത് ഞാൻ ചാറ്റ് GPT എടുത്ത് പറഞ്ഞ നെയ്യാറ്റിൻകര എന്നുള്ള പ്ലേസിനെ മാറ്റി 10,000 നമ്മുടെ ടിക്കറ്റ് നമ്പർ തന്നെ താക്കാൻ പറഞ്ഞു. അപ്പൊ ചാറ്റ് GPT സൂപ്പർ ആയിട്ട് നമുക്ക് മാറ്റാണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എനിക്കറിയാം ഒരു ഫോണിൽ കാണിച്ച് ചിലപ്പോൾ അമ്മ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഫോണിൽ ഇട്ട് അത് അതിന്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കുഞ്ഞിന്റെ ഫോൺ കൊടുത്തു കൊടുത്തു. അപ്പൊ 2 ഫോൺ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അമ്മ അതാണ്ട് ഫ്ലാറ്റ് 30 ലക്ഷം താഴെ കിടക്കുന്ന ഈ ഓറഞ്ച് നൈറ്റി. ഞാൻ പക്ഷെ ഒത്തിരി അമ്മ അങ്ങനെ സന്തോഷിപ്പില്ല, എന്തോപോലെ സങ്കടമായിപ്പോയിട്ട് പാവം അമ്മ ഒത്തിരി സങ്കടപ്പെടുത്തി. സാരമില്ല, നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് വരും. ലോട്ടറി എടുത്തില്ലെങ്കിലും വരും. അപ്പൊ കൊറേ നാളുകൾ ഞാൻ ഇങ്ങനെ പ്രാങ്ക് ഇങ്ങനെ ആലോചിക്കും. എൻ്റെ ഒരുപാട് ഇങ്ങനെ അട്ടയടിക്ക് ഞാൻ ഇങ്ങനെ പ്രാങ്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്യാമറ എവിടെ സെറ്റ് ചെയ്യും, എനിക്ക് പാണ്ടാളം ക്യാമറ വെച്ചിട്ട് ഞാൻ എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് എനിക്ക് ഒരു പിടിയില്ല. അതുകൊണ്ടാണ് പ്രാങ്ക് ഇങ്ങനെ ലേറ്റ് ആകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാങ്ക് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ചെയ്യവിടെ ബെസ്റ്റ് പ്രാങ്ക് കൊടുക്കാൻ ബെസ്റ്റ് ആളാണത്. പെട്ടെന്നൊന്നും ഇതിപ്പോ 4ാമത്തെ അല്ലേ? 4ാമത്തെ പ്രാങ്ക് അത്രയും 4 എനിക്കല്ലേ? അത്രയ്ക്ക് ബുദ്ധിയുണ്ട്.
അതെന്താന്നറിയോ? നിഷ്കളങ്കമായ മനസ്സായോണ്ട്. ഇവർക്കൊക്കെ എന്നെ പറ്റിക്കാം. എങ്ങനെയുണ്ട്? അടുത്ത സ്കൂളിൽ നടക്കും. ഞങ്ങളുടെ കുഞ്ഞിന്റെ സ്കൂളിൽ നടക്കാൻ ഞാൻ പോവാ. 30 കിട്ടിയില്ല. മാസം എങ്ങനെ അങ്ങ് പോയി. ഇനിയിപ്പോ ഒരു 10 ദിവസം കൂടെ ഉണ്ട്. അതും കൂടെ ഒന്നും പോയി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ നടക്കും. സ്കൂളിൽ പിന്നെ ആ കുരിപ്പിനെ നോക്കണം. അതിനെയും കൂടെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ സമാധാനം. അപ്പൊ ഗൈസ് ഇവിടെ അടുത്ത പ്രാങ്ക് വിജയിച്ചില്ല. ഗൈസ് പൊളിഞ്ഞു പോയി. ഫോൺ കണ്ടിട്ട് അമ്മ വിളിച്ചു. ഞങ്ങൾക്ക് ഫോൺ കൊണ്ട് അതെ ഫസ്റ്റ് ടൈം അമ്മ കണ്ടുപിടിച്ചു. ഓക്കെ പോട്ടെ, അടുത്ത പ്രാങ്ക് ഞാൻ പിടിച്ചോളാം. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത പ്രാങ്ക് ഞാൻ പറയുന്ന ഐഡിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് അമ്മ അതൊന്നും നോക്കത്തൊന്നുമില്ല. എന്തെങ്കിലും പ്രാങ്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട്.